എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാം തീരുമാനമാക്കിയിരിക്കുകയാണ് ചാനലുകാർ. മീശയില്ലാത്ത പണിക്കരും ഒരു ആരിഫ് ഹുസൈനും യാതൊരു ബോധവും വിവരവും ഇല്ലാത്ത ഒരു ജയശങ്കർ വക്കീലും അവർ തമ്മിൽ തല്ലിയാണ് ഇപ്പോഴ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ. നിമിഷപ്രിയയെ മോചിപ്പിക്കരുത്, ഞാൻ നിമിഷപ്രിയയ്ക്കൊപ്പമല്ല എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. എന്ത് പണിക്കനാണ് അവൻ? ഇവനൊക്കെ യാതൊരു ബോധമില്ലാത്തവന്മാരല്ലേ. പറയുന്ന ഏതെങ്കിലും അഭിപ്രായങ്ങൾക്ക് ഞാൻ പറയുന്നതാണ് ശരി, ബാക്കിയുള്ളത് തെറ്റാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആവശ്യമില്ലാതെ ചാനലുകാർ വിളിച്ചിരുത്തി പിന്നെ അഭിമുഖം നടത്തുകയാണ്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അത് ചാനലുകാർ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അവരുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റുന്നതല്ലെങ്കിൽ അപ്പോഴേ കട്ട് ചെയ്ത് വിടണം. ഈ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായം ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ ഇവർ അഭിപ്രായം ചോദിക്കാൻ ഇവരാരാണ്? രാഷ്ട്രീയക്കാരാ? പിന്നെ ഇവർ ചാനലിൽ വന്നിരുന്ന് സംസാരിച്ച് ഉപജീവനം കഴിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ അവരുടെ അഭിപ്രായം ഇവിടെ നാട്ടുകാരിൽ നിയമമായിട്ട് നടത്തണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ഒരു പെൺകുട്ടി എങ്ങനെ ആയാലും തെറ്റായാലും ശരിയായാലും ഒരു കൊലക്കേസിൽ പ്രതിയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അപ്പോൾ കുറച്ച് ആൾക്കാർ ആ സ്ത്രീയെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. വേറൊരു വിഭാഗം പറയുന്നത് അങ്ങനെ രക്ഷപ്പെടുത്താൻ പാടില്ല. പിന്നെ സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരു ഭിക്ഷാം ദേഹി, അവൻ അവിടെ ആളുകളെ നിന്ന് പൈസ പിരിക്കുന്നു. ആക്ഷൻ കൗൺസിൽ, നിമിഷപ്രിയയെ സഹായിക്കാൻ വേണ്ടി ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുന്നു. അതിനുവേണ്ടി അവൻ ശ്രമിക്കുന്നു. ഈ സാമുവൽ ജെറോമോ ശ്രീജിത്ത് പണിക്കറോ യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന BJP-കാരൻ കോഴിക്കോട്ടുകാരനോ ആരിഫ് ഹുസൈനോ യമനെന്നും വിചാരിച്ചാൽ യമനിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്, കേരള ഗവർണർ ആയാലും ശരി, മോഡിയുടെ ഗവൺമെൻറ്, കേന്ദ്രത്തിലെ ഗവൺമെൻറ് ആയാലും ശരി, ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിചാരിച്ചാലേ നടക്കുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ നടക്കൂ? കാരണം യമനിൽ 2 ഗവൺമെൻറ്റാണുള്ളത്. ഒന്ന് ഇലക്റ്റഡ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അംഗീകാരമുള്ള ഗവൺമെൻറ്റാണ്. അതുപോലും അറിഞ്ഞുകൂടാത്ത ഓരോ വിവരദോഷികളെയാണ് ചാനലുകാർ പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഡിബേറ്റിൽ അവരെ പങ്കെടുപ്പിക്കുന്നത്. ഈ യമനിൽ എന്താണ് ഭരണമെന്ന് പോലും അറിഞ്ഞുകൂടാ. UN അംഗീകരിച്ച ഒരു ഗവൺമെൻറ് യമനിലുണ്ട്. ഹൂത്തികൾ എന്ന് പറയുന്ന വേറൊരു വിഭാഗം ഗോത്രവർഗക്കാരുടെ സപ്പോർട്ടോടുകൂടി ഒരു മിലിറ്ററി ഭരണം നടത്തുന്നുണ്ട്. അത് വേറൊരു വശത്താണ്. അപ്പോൾ അവരുടെ സ്വാധീനത്തിലുള്ള സ്ഥലത്താണ് ഈ കൊലപാതകം നടന്നതും ഈ വിധി പ്രസ്താവന ഉണ്ടായതും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ആത്മീയ നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ അതുപോലെ മതപണ്ഡിതന്മാർ അവിടെ ഉണ്ട്. ആ ഭാഗത്തുള്ള മതപണ്ഡിതനുമായിട്ട് AP അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചു. ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമോ നമ്മളെ കൊണ്ട്? അപ്പോൾ അവർ ബന്ധപ്പെട്ടു. അതിന് യഥാർത്ഥത്തിൽ തലാലിൻ്റെ, അതായത് കൊല്ലപ്പെട്ട യമനി പൗരൻ്റെ കുടുംബവുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തത് തന്നെ ഈ അബൂബക്കർ മുസ്ലിയാർ വിചാരിച്ചിട്ടാണ്. അല്ലാതെ സാമുവൽ ജെറോമിനെ പോലുള്ള തെണ്ടികളോ വിചാരിച്ചാലൊന്നും ഒരു കാര്യവും നടക്കുന്ന കേസുകളൊന്നും അല്ല ഇത്. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് വധശിക്ഷ നീട്ടിവെക്കുകയാണ് ചെയ്തത്. അതായത് ഫൈനലായിട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത്രയും 4-5 വർഷമായിട്ട് ഇതിൻ്റെ ബാക്കിൽ നടക്കുകയാണ്. ഞാനാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. പിന്നെ അബൂബക്കർ മുസ്ലിയാർ ഇന്നലെ വന്നതേ ഉള്ളൂ. അദ്ദേഹം ഇതിൻ്റെ ക്രെഡിറ്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ നോക്കുമെങ്കിൽ സഹായിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇതിൽ ഇടപെട്ടത്. അപ്പോൾ അതിന് അല്ല ഇന്ത്യ ഗവൺമെൻറ്റാണ്, മോഡിയാണ്, പിന്നെ കേരള ഗവർണറാണ്, യവനൊന്നും വിചാരിച്ചാൽ ഒരു ചുക്കും അവിടെ ചെയ്യാൻ കഴിയില്ല. അത് വ്യക്തമായി, അതായത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും ചെലവഴിച്ച ഒരു ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു രാജ്യക്കാരനോ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെ ഇപ്പോൾ നടക്കുന്ന ഗവൺമെൻറ് എന്ന് പറയുന്ന, അതായത് ഈ പ്രദേശത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രദേശത്ത് ഹൂത്തികളുടെ ഗവൺമെൻറ്റാണ് നടക്കുന്നത്. ആ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവിടെയുള്ള മതപണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കാനോ എന്തെങ്കിലും നിയമ
ത്തിനകത്ത് നിന്നുകൊണ്ട് അവര് അവരുടെ കുടുംബത്തിന് ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് ഇത് ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനോ കഴിയും. മതപണ്ഡിതന്മാർ വിചാരിച്ചാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അല്ലാതെ വേറെ ആര് വിചാരിച്ചാലും ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെയുള്ള ചാനലുകാർക്കോ അല്ലെങ്കിൽ ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന വിവരദോഷികൾക്കോ ഉണ്ടാകേണ്ടതാണ്. ഇവർ ഏത് കാരണവശാലും ക്രെഡിറ്റ് കാന്തപുരത്തിന് പോകരുത്. അത് ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പിന്നെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ നിമിഷപ്രിയയെ നാട്ടിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് പറയും സംഘികളും കൃസംഘികളും മത്സരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് പാവം നമ്മുടെ അബൂബക്കർ മുസ്ലിയാർ ചെന്നുപെട്ടിരിക്കുന്നത്. അബൂബക്കർ മുസ്ലിയാർ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കാനും ഇടിച്ചു താഴ്ത്താനും ശ്രമിക്കുന്ന ഈ സംഘികളോടും കൃസംഘികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കണം. ഒരാളുടെ ജീവൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. തെറ്റ് ചെയ്തത് തന്നെയാണ് നിമിഷപ്രത. കൊല്ലുക മാത്രമല്ല, മീൻ കണ്ടിക്കുന്നത് പോലെ 110 കഷ്ണമായിട്ട് കണ്ടിക്കുകയും ചെയ്തു. അപ്പോൾ എന്നിരുന്നാൽ പോലും മാപ്പ് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ എല്ലാവർക്കും മാപ്പ് കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അവിടെ മാപ്പ് കിട്ടൂല. അവരുടെ ചെയ്ത പ്രവൃത്തി അനുസരിച്ച് മാപ്പ് കിട്ടൂല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പിന്നെ ഇംഗിതമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിധിയായിരിക്കാം ആ പെൺകുട്ടി ആ സ്ത്രീ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. അതിനുവേണ്ടി ചാനലിൽ വെറുതെ കിടന്ന് കോലാഹലമുണ്ടാക്കി അത് ആ തലാലിൻ്റെ കുടുംബം, മരിച്ചുപോയ യമനിപ്പോരനായ തലാലിൻ്റെ കുടുംബത്തിന് അവഹേളിക്കുന്നു. ഇതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവഹേളിക്കുന്നു. ഇതിൽ നിന്ന് മാറി നിൽക്കണേ എന്നാണ് തൽക്കാലത്തേക്ക് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും കാരണവശാൽ വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഈ ചാനലിൽ വന്ന് ചർച്ച ചെയ്യുന്ന ഈ ചാനലുകാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന വിവരദോഷികൾക്കുമായിരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്തമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ തൽക്കാലത്തേക്ക് മാറി നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.